ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിപ്പം വോട്ടെല്ലാം ചെയ്തിട്ട് വന്നതിന് ശേഷം പരമ്പല ടെമ്പിളിലേക്കാണ് ഇറങ്ങുന്നത്, ആദിശക്തി മഹാമായി ടെമ്പിളിലേക്ക്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഒരാൾ പോകുന്ന ആ സമയത്തിലും മാങ്ങ എടുക്കുകയാണ്. നോക്കിയേ അല്ലേ, അത് പഴക്കാനൊന്നും സമയമായിട്ടില്ല, അതിന് മുമ്പ് തന്നെ മെല്ലെ നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളൊക്കെ റെഡിയായിട്ട് ഇറങ്ങാൻ പോവുകയാണ് ഗൈസ്. കുട്ടികൾ ഇറങ്ങാൻ ധൃതി കൂട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇതാ ഇറങ്ങുകയാണ്. ഇതാണ് വൈഷ്ണവി, ഞങ്ങളുടെ ഡ്രൈവർ അല്ല, ഞങ്ങളുടെ അമ്മായിൻ്റെ മോള്. അങ്ങനെ അവളിപ്പാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഒരാളെ കൂടി ഞങ്ങൾക്ക് കേട്ടാന്നുണ്ട്. അതാരാണെന്ന് നോക്കിക്കേ, ആരാ? അതാണ് ഹേമലത ചേച്ചി, ഇവരാണ്. അങ്ങനെ അവരെയും കേട്ടിട്ട് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോന്നു. അങ്ങനെ ഇതാ ഇന്ന് ഇലക്ഷൻ ആയതുകൊണ്ട് കുറേ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു റോഡിലൂടെ. അങ്ങനെ ഇതാ ഈ ഒരു ഭംഗി നോക്കിക്കേ, എത്ര നല്ല ഉണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലേക്ക് എത്തി. എല്ലാവരും നല്ല ചൂടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും അമ്പലത്തിൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഇതാണ് ഏട്ടൻ. ഇവർ ഞങ്ങളെത്തി കുറച്ച് മുമ്പ് തന്നെ അവിടത്തേക്ക് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെത്തി, ചെരുപ്പൊക്കെ മാറ്റി അമ്പലത്തിൻ്റെ അകത്തേക്ക് പോവുകയാണ്. അങ്ങനെ അകത്തേക്ക് പോയിട്ട് എല്ലാവരോടും സംസാരിച്ചു. അങ്ങനെ ഞങ്ങൾ എത്തുമ്പോൾ തന്നെ പൂജയ്ക്കായി സമയമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞു. പ്രസാദമൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഞങ്ങൾ വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തീർത്ഥപ്രസാദത്തിന് വേണ്ടിയിട്ട് പോയി. ഇതൊക്കെ വാങ്ങിയിട്ട്, നല്ല ചൂടുണ്ട്, അന്ന് നല്ല കാലൊക്കെ പൊള്ളുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു റൗണ്ടൊക്കെ ഒരു ചുറ്റൊക്കെ വന്നിട്ട് ഞങ്ങൾ വീണ്ടും ഇരുന്നു. പൂജയൊക്കെ കഴിഞ്ഞു കേട്ടോ. അങ്ങനെ അവിടെ തന്നെ ഇരുന്നു. അതിന് ശേഷം പ്രസാദം പൂപ്രസാദം കിട്ടി. മുല്ലപ്പൂവും പിന്നെ നല്ല റോസപ്പൂ ഇതൊക്കെ കിട്ടി. നല്ല മണമാണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണോ മുല്ലപ്പൂവിൻ്റെ മണം? അങ്ങനെ എല്ലാവരും പൂവൊക്കെ ചൂടി. ഏട്ടനും കിട്ടി പ്രസാദം. പിന്നെ അതൊക്കെ ആയതിനു ശേഷം ഞങ്ങൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അവിടെ നല്ല രസം, പിന്നെന്താ അച്ചാറ്, ചട്നി, വറുത്തക്കറി, പപ്പടം, പുളിശ്ശേരി, പിന്നെന്താ സാമ്പാർ, പായസം, ലഡ്ഡു, അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല രസം. പിന്നെ ഇതാണ് അമ്മാവൻ. അങ്ങനെ അമ്മാവനോട് ഹായ് പറയാൻ പറഞ്ഞു. അങ്ങനെ നല്ല ചൂടായത് വെച്ച് ഞങ്ങൾ ഫാൻ്റെ ഇടയ്ക്കൊക്കെ ഇരുന്നിട്ട് അവിടെ നിന്ന് മടങ്ങി. വീട്ടിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ എൻ്റെ ചേട്ടൻ്റെ വണ്ടിയിലാണ് അവർ വന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. കുറച്ച് നേരം ഉറങ്ങി. ഇത് രാത്രിത്തെ ഡിന്നർക്കാണ് ഞങ്ങൾ ചിക്കന് മുളക് വെച്ചത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ടേസ്റ്റാണ്. പിന്നെന്താ നൂൽപുട്ടുണ്ടായിരുന്നു ചേച്ചീൻ്റെ വീട്ടിൽ നിന്ന്. പിന്നെ ഓട്ടട ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ ഇന്ന് തീയിലാണ് ഓട്ടട ഉണ്ടാക്കുന്നത്. അടുപ്പ് കത്തിച്ചു ഇന്ന്. അങ്ങനെ അടുപ്പിലാണ് ആക്കുന്നത്. എപ്പോഴും ഞങ്ങൾ ഗ്യാസിലാണ് ഓട്ടടൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നല്ല രസമുണ്ട്. ഇങ്ങനെ അടുപ്പിലാക്കുമ്പോൾ നല്ല ഇങ്ങനെ കണ്ണൊക്കെ വന്നിട്ട് നല്ല രസം, നല്ല സ്മൂത്തായിട്ടുണ്ടായിരുന്നു. പിന്നെന്താ ഈ തീ കത്തിക്കാനാണ് കുറച്ച് പാട്. പിന്നെ അമ്മാവനക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ജ്യൂസൊക്കെ കൊടുത്തു. ജ്യൂസ് ഇത് ചിക്കും പേരക്ക, അതാണ് അവർ കഴിക്കുന്നത് എപ്പോഴും. അങ്ങനെ ആ ജ്യൂസും കൊടുത്തു. പിന്നെ അമ്മാവനോട് പറഞ്ഞു ഞങ്ങൾ രാത്രിത്തെ ഡിന്നർ കഴിക്കാമെന്ന്. അങ്ങനെ അമ്മാവനക്ക് വേണ്ടിയിട്ട് ഓട്ടടയും പിന്നെ ചിക്കൻ മുളക് വെച്ചതും
എല്ലാം ജാഹ്നവി കൊണ്ടു കൊടുത്തു. ഇതാണ് അമ്മാവൻക്കുള്ള ജ്യൂസ്. അങ്ങനെ എല്ലാവരും ഫുഡ് കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു. നൂൽപുട്ടും ഓട്ടടയും നല്ല രസം കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവർക്കും കഴിച്ചതിന് ശേഷം കുറച്ച് നേരം പുറത്തേക്കൊക്കെ ഇറങ്ങി. നല്ല തണുപ്പ്. ഇപ്പോൾ രാത്രി ഇപ്പോൾ ഒരു 11 മണിയായിരിക്കും. നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു പുറത്ത്. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് റെഡിയാക്കി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയാണ്. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.